നാട്ടിലുള്ള ആളുകളെല്ലാം ഭ്രാന്തന്റെ മകനെന്ന് വിളിക്കുമ്പോൾ എന്തൊരു നാണമായിരുന്നു എന്നറിയാമോ? ഞാൻ അപകർഷതാബോധം കൊണ്ട് വലഞ്ഞ് താഴേക്ക് മാത്രം നോക്കി നടന്നതായ കാലങ്ങൾ. ഒരിക്കലും ശോഭനമായ ഒരു ഭാവി ഞാൻ ജീവിതത്തിൽ എൻ്റെ 15 വയസ്സ് വരെ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചിരുന്നെങ്കിലും ചിന്തിച്ച മനുഷ്യനായിരുന്നു ഞാൻ. SLC കഴിഞ്ഞിട്ട് ആ കാലത്ത് എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു. അന്ന് പ്രൈവറ്റ് കോളേജിൽ പഠിക്കണമെങ്കിൽ 15 രൂപ മതി ഒരു മാസത്തെ ഫീസ്. എനിക്കത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു. പരമദരിദ്രനായി ജനിച്ച എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലായിരുന്നു. ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ എനിക്ക് ഒരു ജോലി കിട്ടുമോ എന്ന്. റബ്ബർ വെട്ടിക്കൊണ്ട് നടന്ന കാലത്ത്, അന്ന് കോളേജിൽ ഞാൻ ഒരു മലയിൽ റബ്ബർ വെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ കൂടെ പഠിച്ചവരെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു റോഡിലൂടെ. മണ്ണിട്ട റോഡാണ്, അതിൽ നടന്നു പോകണ കാണുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കരയും. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഈ മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് മാസം 250 രൂപ ശമ്പളത്തിന് ടോയ്ലറ്റ് കഴുകുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രമെല്ലാം കഴുകി വയ്ക്കുക, ഡോക്ടർക്ക് ചായ മേടിച്ചു കൊടുക്കുക, പേഷ്യൻസ് എല്ലാം തുപ്പിയിട്ടിരിക്കുന്ന കോട്ടൺ, ബ്ലഡ് എല്ലാം ഉള്ള കോട്ടൺ അതെല്ലാം കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ബിന്നിലിടുക. ഇതെല്ലാമായിരുന്നു എൻ്റെ ജോലി. ഒരു പക്ഷേ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എൻ്റെ അന്നത്തെ യജമാനൻ എന്നെ വെപ്പ് വലി സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ഡെൻകെയർ തുടങ്ങിയ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ആ കാലത്ത് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എങ്ങനെയും ഒരു ഡെന്റൽ ലാബ് തുടങ്ങണം എന്നുള്ള സ്വപ്നം. മൂലമറ്റം മുതൽ മൂവാറ്റുപുഴയുള്ള ക്ലിനിക്കുകളിലെല്ലാം രാത്രി മുഴുവൻ പണിയും. ഞായറാഴ്ച മാത്രം 3 മണിക്കൂർ ഉറങ്ങും, ബാക്കിയുള്ള ദിവസം 1 മണിക്കൂർ ഉറങ്ങും. 88-ൽ കേവലം 6 ജോലിക്കാര്, ഒരു ചെറിയ മുറി, 290 സ്ക്വയർ ഫീറ്റ് സ്ഥലം. അവിടെയാണ് ഡെൻകെയർ തുടങ്ങിയത്. ഇന്ന് ഒരു മാസം ശമ്പളം കൊടുക്കാൻ 9 കോടി രൂപ വേണം. ന്യൂസിലൻഡിലും UK യിലും USA യിലും ഓസ്ട്രേലിയയിലും UAE-യിലും ഇപ്പോൾ രണ്ട് ഷിക്കാഗോയിലും ഡാളസിലും എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നുണ്ട്. വേൾഡിൽ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടോ അത് മുഴുവനും കൊച്ചു കേരളത്തിൽ, അല്ല എൻ്റെ മൂവാറ്റുപുഴയിൽ, നമ്മുടെ മൂവാറ്റുപുഴയിൽ കൊണ്ടുവരണമെന്ന് എൻ്റെ സ്വപ്നമാണ്. എല്ലാം കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. സ്വപ്നങ്ങൾ ഇനിയും എനിക്ക് സ്വപ്നങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾ ഏഷ്യയിൽ 2ാം സ്ഥാനത്താണ്. എന്നാൽ എനിക്ക് ലോകത്തിൽ 1ാം സ്ഥാനത്ത് എത്തണമെന്നാണ് ചിന്ത. നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ, ദൃഢമായ ആഗ്രഹമുണ്ടെങ്കിൽ, എങ്ങനെയും എനിക്ക് ജയിച്ചേ കഴിയുമെന്ന് ചിന്ത നമ്മുടെ ഉള്ളിൽ ദൈവം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉയരാൻ കഴിയും. എത്ര താണ നിലവാരത്തിലുള്ള ആൾക്കും എത്ര നിരാശയിലായിരുന്ന ആൾക്കും ഉയരാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. നാം സാഹചര്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ അവസരങ്ങളുണ്ട്. അതെങ്ങനെ നാം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം.